ഇപ്പോൾ കെ അനിൽകുമാർ CPM നേതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങ് ശ്രദ്ധിച്ച് കാണുമായിരിക്കും മുൻ അമീറിന്റെ പ്രസ്താവന. അതിൽ ടി കെ അബ്ദുള്ള കൃത്യമായി പറയുന്നുണ്ട്, ഒരു പദം കൊണ്ടുള്ള കളിയാണ് മതേതരത്വം എന്ന് പറയുന്നതും ജനാധിപത്യം എന്ന് പറയുന്നതുമെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ നിലപാടിൽ മാറ്റമുണ്ടായി എന്നുള്ള ഒരു നിരീക്ഷണമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്വീകരിക്കാൻ അവരെ ഒപ്പം കൂട്ടുനിർത്തുന്നത് എന്നെല്ലാം UDF വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഈ ഒരു രാഷ്ട്രീയ നിലപാടിനെ? ഈ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് കൊണ്ട് ഏറ്റവും വളരെ സന്തോഷിക്കുന്നത് RSS ആണ്. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ RSSന് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബന്ധം ഉയർത്തിപ്പിടിക്കാൻ, പ്രത്യേകിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി നിലമ്പൂരിൽ ഈ ബന്ധം ഉയർത്തിപ്പിടിക്കാൻ, അതിന്റെ ഭാഗമായ പ്രകടനം നടത്താൻ അവസരമൊരുക്കി കൊടുത്തു എന്നുള്ളതാണ് VD സതീശൻ ചരിത്രപരമായി ചെയ്ത ഏറ്റവും തെറ്റായ കാര്യം. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ പതാകകൾ ഒഴിവാക്കണം എന്ന പൊതു നിർദ്ദേശം ഉയർന്നു വന്നത്? അതിന് കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് പാകിസ്ഥാൻ പതാകയാണ് എന്ന് RSSകാർ വ്യാപകമായി നുണപ്രചരണം ആരംഭിച്ചു. യഥാർത്ഥത്തിൽ അത് നുണപ്രചരണമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാകിസ്ഥാൻ അനുകൂല സംഘടനയല്ല. പക്ഷെ എത്ര നിർദ്ദിഷ്ടമായ നുണയും പ്രചരിപ്പിക്കുന്നവരാണ് RSSകാർ. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് RSSന്റെ ഒരു പതിപ്പാണ്, ഇസ്ലാമിക പതിപ്പാണ്. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്, BJPക്ക് സമാനമാണ്. മാതൃസംഘടന RSSും ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയ മക്കളാണ്, അതിന്റെ മക്കളായി പറഞ്ഞ സംഘടനകളാണ് BJPയും വെൽഫെയർ പാർട്ടിയും. അപ്പൊ ഒരേ രീതിയിൽ തന്നെയാണ് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരേ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് വെൽഫെയർ പാർട്ടി, BJP. അതിലൊന്നിനെ എതിർക്കാൻ വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആത്മഹത്യാപരമായ നിലപാടാണ്. കേരളത്തിൽ BJPയെ പരാജയപ്പെടുത്താനല്ല വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് BJPക്കെതിരായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനാണ്, CPMനെ ഇല്ലാതെയാക്കാനാണ് കോൺഗ്രസ് വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ അസംബ്ലി മണ്ഡലത്തിൽ ഇപ്രകാരം ഒരു കൂട്ടുകെട്ട് രൂപപ്പെട്ടത് കോൺഗ്രസ് ദേശീയ തലത്തിൽ. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ ആരുടെയൊക്കെ വോട്ട് വേണം, ആരുടെയൊക്കെ വോട്ട് സ്വീകരിക്കാൻ തള്ളാമെന്ന ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴാണ് VD സതീശന് ഇങ്ങനെ ഒരു പരാമർശം. ഇത് നിലമ്പൂർ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയൊരു അടവ് നയമായി കണക്കാക്കിയാൽ പോലും ഇതിന് ദൂരവ്യാപക പ്രത്യാഘാതമില്ല. അങ്ങ് പറഞ്ഞ പോലെ BJPക്കോ RSSനോ ഗുണകരമായ നിലയിൽ ഈ ഒരു VD സതീശന്റെ നിലപാടിനെ അടക്കം ഇനി ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ടല്ലോ. അതാണ് വയനാട് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സീറ്റാണ്. അത് പ്രതിപക്ഷ നേതാവിന്റെ സീറ്റായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ ഇന്ദിരാഗാന്ധിയുടെ കുത്തുമുകൾ തന്നെ ഇവിടെ വന്ന് മത്സരിച്ചു, നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു. അത്തരമൊരു മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ ബന്ധം പോലും ഇന്ത്യ രാജ്യത്ത് BJP ദുരുപയോഗിക്കുന്നു, കോൺഗ്രസിനെതിരായി ദുരുപയോഗിക്കുന്നു. ഞങ്ങളതിനെ പിൻപറ്റുന്നില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഞാൻ ഗണത്തിൽ നിങ്ങൾ പെടുത്തുന്നില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ അതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഘോഷയാത്രയിൽ മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തുന്നത് പോലും തടയുന്ന വിധമുള്ള പ്രചരണമാണ് RSS ഇന്ത്യയിൽ നടത്തുന്നത്, പ്രധാനമന്ത്രി ഇന്ത്യയിൽ നടത്തുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു സഖ്യബന്ധയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എത്തിയെന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അത് മതേതരമാണ്. അതോടുകൂടി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രതിസന്ധിയായിരിക്കുകയാണ്. ആത്മഹത്യാപരമായ നിലപാടാണ് ഈ വിഷയത്തിലൂടെ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത്. അങ്ങ് പറയുന്നതെല്ലാം ശരിയാണ്. എങ്കിൽ തന്നെയും വെൽഫെയർ പാർട്ടി നേതാവ് റസേഖ് പാലേരി പറയുന്നൊരു കാര്യമുണ്ട്. മുമ്പ് ഞങ്ങൾ CPMുമായും LDFുമായും ധാരണയുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം പഴയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പലയിടത്തും വെൽഫെയർ പാർട്ടിയുടെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDFനും CPMനും ഒക്കെ ലഭിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്, റസാഖ് പാലേരി. ആ ചരിത്രത്തിൽ അതിലൊന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. CPM ഒരു ഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ സഖ്യത്തിനും ജമാഅത്തെ ഇസ്ലാമിയുമായി തയ്യാറായിട്ടില്ല. INL ഈ പ്രസ്ഥാനത്തിന്റെ അസോസിയേറ്റഡ് മെമ്പറായിരുന്നു. മുന്നണിയുടെ ഭാഗമായി തന്നെ പിന്നീടാണ്. INLുമായി അത്തരമൊരു ബന്ധമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അത് പിന്നീട് അവരവരുടെ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഘട്ടത്തിൽ പൂർണ്ണമായും മന്ത്രിസഭാ പദവി നൽകിക്കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ആ വിഭാഗത്തെ ഉൾക്കൊണ്ടുകൊണ്ടുപോകുന്ന നില LDF സ്വീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു ജില്ലാ തലത്തിലുള്ള ഏതെങ്കിലും ജില്ലാ കൗൺസിൽ ബന്ധമുണ്ടോ? പഞ്ചായത്ത് തലത്തിൽ അവിടെ വരുന്ന പ്രാദേശിക പ്രശ്നങ്ങളിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ വന്നാൽ അത് സംസ്ഥാനതല ബന്ധമല്ല, രാഷ്ട്രീയ ബന്ധമല്ല. മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവ് പോലും ജമാഅത്തെ ഇസ്ലാമിയെ വിരുദ്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയും
വി.ഡി. സതീശൻ നടത്തിയ രീതിയിൽ നടത്തിയിട്ടുണ്ടോ? അവരുടെ മതരാഷ്ട്രീയ നിലപാടിൽ നിന്ന് അവർ പിന്മാറിയെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അവരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് മതനിരപേക്ഷമായി പ്രവർത്തിക്കുന്നവരെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ബി.ജെ.പി. എന്താ ചെയ്യുന്നത്? RSS ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല. ബി.ജെ.പി. ഭരണഘടന ശരി, ഉപയോഗിച്ചിരിക്കുന്നു. ശ്രീ അനിൽകുമാർ, എന്തായാലും സാഹചര്യങ്ങൾക്കനുസരിച്ച് പലരും പല കൂട്ടുകെട്ടുകളിലും പെട്ടിട്ടുണ്ട് എന്നത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്.